ഇന്നത്തെ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് കൺവേർട്ടിങ് ഡയഗ്രാം ടു റിലേഷണൽ സ്കീമയാണ്. അതിന് നമുക്ക് ടോട്ടലി 10 കണ്ടീഷൻസ് ആണ് ചെക്ക് ചെയ്യാനുള്ളത്. വിൽ സി 1 by 1. സോ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് കൺവേർട്ടിങ് സ്ട്രോങ് എൻറ്റിറ്റിയാണ്. അപ്പോൾ സ്ട്രോങ് എൻറ്റിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി ഒരു എൻറ്റിറ്റി തന്നിട്ടുണ്ടാവും വിത്ത് ഇൻഡിവിജ്വൽ എക്സിസ്റ്റൻസ് ആണ് സ്ട്രോങ് എൻറ്റിറ്റി എന്ന് പറയുന്നത്. ആ എൻറ്റിറ്റിക്ക് ഒരു പ്രൈമറി കീ ഉണ്ടാവും, ബാക്കി ആട്രിബ്യൂട്ട്സ് ഉണ്ടാവും. അപ്പം അങ്ങനെ തന്നേക്കുന്ന സ്ട്രോങ് എൻറ്റിറ്റീസ് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്കീമ ഡ്രോ ചെയ്യണം. അപ്പോൾ അതിൻ്റെ നെയിം എന്താണ്, എൻറ്റിറ്റിയുടെ നെയിം, സെയിം നെയിം കൊടുക്കുക, പ്രൈമറി കീ കൊടുക്കുക, ദെൻ ബാക്കിയുള്ള ആട്രിബ്യൂട്ട്സ് കൊടുക്കുക. സോ വിൽ ബി ഗെറ്റിംഗ് എ സിംഗിൾ ടേബിൾ വിത്ത് ദ നെയിം ഓഫ് ദ എൻറ്റിറ്റി ആൻഡ് വിത്ത് ഓൾ ഇറ്റ്സ് ആട്രിബ്യൂട്ട് ഇൻക്ലൂഡിങ് ദ പ്രൈമറി കീ, സ്റ്റുഡൻറ്റ് ഐ ഡി. ഇതാണ് സ്ട്രോങ് എൻറ്റിറ്റി. ഈ സ്ട്രോങ് എൻറ്റിറ്റിയുടെ കേസിൽ തന്നെ ഇപ്പോൾ ഈ ഒരു എക്സാമ്പിളിൽ ഈ സ്റ്റുഡൻറ്റിന് എസ് നെയിം എന്ന് പറഞ്ഞിട്ട് ഒരു ആട്രിബ്യൂട്ട് ഉണ്ട്. ഈ എസ് നെയിം എന്ന് പറയുന്നത് ഒരു കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട് ഉണ്ടെങ്കിൽ, അതായത് എസ് നെയിം ഇസ് ദ സ്റ്റുഡൻറ്റ് നെയിം വിച്ച് വി ക്യാൻ ഡിവൈഡ് ഇൻ ടു ഫസ്റ്റ് നെയിം ആൻഡ് ലാസ്റ്റ് നെയിം. അങ്ങനെ ഫസ്റ്റ് നെയിമിൻ്റെയും ലാസ്റ്റ് നെയിമിൻ്റെയും കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു കോമ്പോസിറ്റ് കീ ആണ് എസ് നെയിം എങ്കിൽ ഹൗ വി വിൽ ഡു ദ സ്കീമ. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ എസ് നെയിം എന്ന് പറയുന്നത് ഒരു കൺസെപ്റ്റാണ്. അതിൻ്റെ ആക്ച്വൽ വാല്യൂസ് എന്ന് പറയുന്നത് എഫ് നെയിമും എൽ നെയിം, ദാറ്റ് ഈസ് ഫസ്റ്റ് നെയിം ആൻഡ് ലാസ്റ്റ് നെയിമാണ്. അപ്പം നമ്മളുടെ സ്കീമയ്ക്കകത്ത് ഈ എസ് നെയിം എന്ന് പറയുന്ന ആട്രിബ്യൂട്ടും ഉണ്ടാവില്ല. ഇറ്റ് വോണ്ട് ബി ദർ ഇൻ ദ ടേബിൾ. ഇൻസ്റ്റഡ് വിൽ കീപ് ഫസ്റ്റ് നെയിം ആൻഡ് ലാസ്റ്റ് നെയിം. അപ്പോൾ 2 ആട്രിബ്യൂട്ട്സ് റെപ്രസെൻറ്റിങ് ദ സ്റ്റുഡൻറ്റ് നെയിം, ഫസ്റ്റ് നെയിം ആൻഡ് ലാസ്റ്റ് നെയിം, ദെൻ ബാക്കിയുള്ള ആട്രിബ്യൂട്ട്സും ഉണ്ടാവും. സോ സ്റ്റുഡൻറ്റ് ഐ ഡി, എഫ് നെയിം, എൽ നെയിം, ദെൻ കോഴ്സ് ആൻഡ് ബ്രാഞ്ച്. അങ്ങനെയായിരിക്കും ഈ സ്റ്റുഡൻ്റ് എന്ന് പറയുന്ന സ്കീമ വിത്ത് എ കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട് വരുന്നത്. പിന്നെ അടുത്ത കണ്ടീഷൻ എന്ന് പറയുന്നത് വിത്ത് എ വീക്ക് എൻറ്റിറ്റിയാണ്. വീക്ക് എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതിന് ഇൻഡിവിജ്വൽ എക്സിസ്റ്റൻസ് ഉണ്ടാവില്ല. ഇറ്റ് നീഡ്സ് എ സപ്പോർട്ട് ഓഫ് അതർ എൻറ്റിറ്റിയാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ പേയ്മെൻറ്റ് എന്ന് പറയുന്നതാണ് വീക്ക് എൻറ്റിറ്റി. ഈ പേയ്മെൻറ്റ് ഉണ്ടാവണമെങ്കിൽ വി നീഡ് എ ലോൺ. അപ്പോൾ ലോൺ പേ എന്ന് പറയുന്ന റിലേഷൻഷിപ്പ് കൊണ്ട് കിട്ടുന്നതാണ് പേയ്മെൻറ്റ്. അപ്പോൾ പേയ്മെൻറ്റിന് പേയ്മെൻറ്റ് നമ്പർ, ഡേറ്റ്, പേയ്മെൻറ്റ് എമൗണ്ട് ഉണ്ട്. ലോണിനാണെങ്കിൽ ലോൺ നമ്പർ ഉണ്ട്. ലോൺ നമ്പറാണ് അതിൻ്റെ പ്രൈമറി കീ വരുന്നത്. ദെൻ എമൗണ്ട് ഉണ്ട്. ഇതാണ് നമ്മളുടെ തന്നേക്കുന്ന ഡയഗ്രാം. ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് സ്കീമ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ പേയ്മെൻറ്റിൻ്റെ കേസിൽ നമ്മളെ നോർമൽ പേയ്മെൻറ്റ് നമ്പർ, പേ ഡേറ്റ്, എമൗണ്ട് ഉണ്ട്. ദെൻ ലോണിന് ലോൺ നമ്പറും എമൗണ്ട് ഉണ്ടാവും. പക്ഷേ ഈ പേയ്മെൻറ്റ് വീക്ക് എൻറ്റിറ്റി ആയതുകൊണ്ട് അതിന് സ്റ്റാൻഡ് അലോൺ പറ്റത്തില്ല. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ഈ ഏത് സ്ട്രോങ് എൻറ്റിറ്റി ആയിട്ടാണോ ഈ വീക്ക് എൻറ്റിറ്റി കണക്റ്റ് ആയിരിക്കുന്നത് ആ സ്ട്രോങ് എൻറ്റിറ്റിയുടെ പ്രൈമറി കീ എന്ന് പറയുന്ന വാല്യൂ ഈ വീക്ക് എൻറ്റിറ്റിയുടെ